ഞാനൊരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 20,000 കിലോമീറ്റർ കവർ ചെയ്ത CBR 150യുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ പ്ലസ് 2,000 കിലോമീറ്റർ ഞാൻ ഒരു നാഗ്പൂർ ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ടു നാഗ്പൂർ ഒരു 2,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂയും കൂടെയാണ് ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് യൂസ്ഡ് എടുത്ത വണ്ടിയാണ്, ഫ്രഷ് എടുത്ത വണ്ടിയല്ല. ഞാൻ ഇതിനു മുമ്പ് യമഹ SCZR ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു യൂസ്ഡ് വണ്ടി ഉപയോഗിച്ചതാണ്. അതിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിനുശേഷം എനിക്കൊരു പുതിയ വണ്ടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ യൂസ്ഡ് വണ്ടി അല്ലാതെ ഒരു ഫ്രഷ് വണ്ടി എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് CBR 250R ആയിരുന്നു. കാര്യം എനിക്ക് കുറച്ച് ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ യാത്രയൊക്കെ നടത്തണം. അപ്പം അതുമാത്രമല്ല ഹോണ്ടയുടെ റിഫൈൻമെൻറ്റ്, അതിൻ്റെ ഒരു ക്വാളിറ്റി, അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ CBR ലാസ്റ്റ് സ്റ്റേജൊക്കെ വന്നപ്പോഴത്തേക്ക് സെയിൽ കുറഞ്ഞു, പിന്നെ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഫ്രഷ് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്രഷ് എടുക്കാനായിട്ട് ഒരു സ്കോപ്പില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പ്രീ ഓൺഡ് ആയിട്ടുള്ള വണ്ടി എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ എനിക്കൊരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായി വന്നു. അപ്പോൾ ഞാൻ OLXൽ 1-2 സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ഉദ്യമം അങ്ങ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പക്ഷേ എങ്കിലും ഞാൻ ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് ആ ഒരു സെർച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഫ്രഷ് വണ്ടി എടുക്കാം. ഫ്രഷ് വണ്ടി, പുതിയ വണ്ടി. എനിക്ക് ആ സമയത്ത് BS6 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊരു അതിൻ്റെ എൻജിൻ ലോഞ്ചിവിറ്റി, ബാക്കി പെർഫോമൻസ് അങ്ങനെയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് ബേക്ക് ചെയ്തു. കാര്യം ബുദ്ധിമുട്ടായി തോന്നി. പുതിയ വണ്ടിയൊക്കെ എനിക്കൊരു ഇമ്പ്രഷൻ ഉണ്ടായില്ല. കണ്ടിന്യൂസ് എപ്പോഴും ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് OLXൽ എനിക്ക് കിട്ടിയ ഒരു വണ്ടിയാണത് CBR 150. ഇത് അതിൻ്റെ ഒരു 250R ഒരു കുഞ്ഞനുജൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ആവശ്യത്തിന് എനിക്കിത് മതി എന്നുള്ളൊരു ഡിസിഷനിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. കാര്യം വണ്ടി സിംഗിൾ ഓണറായിരുന്നു. ആ സമയത്ത് ഒരു 6,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. അതിനുശേഷം ഓണർ യൂസ് ചെയ്തിട്ടില്ല, പുള്ളി അബ്രോഡായിരുന്നു. അപ്പോൾ എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. ഞാൻ വണ്ടി ചെക്ക് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, വണ്ടി എടുത്തു. അതാണ് എൻ്റെ ആ ഒരു ബൈയിങ് ടൈമിലുള്ള ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ്. സോ അപ്പോൾ ഞാൻ വീട്ടിൽ ഓടിച്ചെത്തുന്ന സമയത്ത്, അപ്പോൾ അതിനുമൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പ്രീ ഓൺഡ് ആയിട്ടൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് നിങ്ങൾ മൈൻഡിൽ കരുതേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് കുറച്ചൊരു എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചിടുന്ന വണ്ടിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഓക്കെ. കാര്യം നമ്മളെ സൈഡിൽ നിങ്ങളൊരു എഫർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം എന്നാണ്. എസ്പെഷ്യലി ഇത് വണ്ടി അധികം റൺ ചെയ്യാതിരുന്നതാണ്. ആ സമയത്ത് പുള്ളി അബ്രോഡാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫേസ് 2 ഇഷ്യൂ എന്ന് പറയുന്നിടത്തേക്ക്, ഒന്നൊരു ഹീറ്റിംഗ് ഇഷ്യൂ. ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ എത്തി. നെക്സ്റ്റ് ഡേ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ചെറിയൊരു ഷോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബാഡ് സ്മെല്ല് എനിക്ക് ഫീൽ ആയി. അപ്പോൾ ഇനി മനസ്സിലായി അത് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി മനസ്സിലായി റേഡിയേറ്റർ സൈഡോ അല്ലെങ്കിൽ കൂളൻ്റോ. അപ്പോൾ ഞാൻ കൂളൻ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും സർവീസ് സെൻറ്റർ കാണിക്കാൻ വിചാരിച്ചു. CBC ഹോണ്ടയാണ് ഞാൻ സർവീസ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ടെക്നീഷ്യന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ CBR 150 ആയാലും 250 ആയാലും ഓക്കെ. അപ്പോൾ അത് നമ്മളെ ടൈം എല്ലാം ആ സമയത്ത് ഷെഡ്യൂളെല്ലാം നമുക്ക് അത് ടഫാണ് അങ്ങനെ ഒരു ആളെ കിട്ടി അത് ചെയ്യാൻ. പക്ഷേ ഭയത്തിന് എനിക്കൊരു ടെക്നീഷ്യനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ, ഞാനിത് ചെക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ റേഡിയേറ്ററിൽ ചെറിയ ബ്ലോക്കേജ് ആയിരുന്നു. അല്ലാതെ വേറെ റേഡിയേറ്റർ റപ്ചർ ആവുകയോ അതിൻ്റെ ഫിൻസ്, കൂളിംഗ് ഫിൻസിന് വേറെ ഇഷ്യൂ ഉണ്ടാവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒന്നാമത്തെ ഒരു ഇഷ്യൂ. അത് അവിടെ ഞാൻ റെക്ടിഫൈ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, അത് പിന്നീട് ഒരു 2,000 കിലോമീറ്ററൊക്കെ ഞാനായിട്ട് ഓടിയിട്ട് ശേഷം എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്. ഒരു മിസ്സിങ് ഇഷ്യൂ. അതായത് നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് പവർ ഒരു ലാഗിങ് ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അത് ഫ്യൂൽ ഇഞ്ചക്ടറോ റിലേറ്റഡോ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഇഷ്യൂ ആയിരിക്കും. കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കും, ഫ്യൂൽ ടാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. കാര്യം അധികം ഓടാത്തതാണല്ലോ. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ സംഭവം ചെറിയൊരു റസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ടാങ്കിൽ.
അത് ഞാൻ ഉടനെ ക്ലീൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ ആ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പോൾ ഈ 2 ഇഷ്യൂ ആണ് ഇതിൽ ഞാൻ ഫേസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്കറിയാം. ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 18.2 അറൗണ്ട് പവർ തരുന്നത്, അത്രയും BHP ഉള്ള ഒരു വണ്ടിയാണ്. അതുപോലെ ടോർക്ക് എന്ന് പറയുമ്പോൾ അത്രയ്ക്കില്ല, കാര്യം 150cc എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അറൗണ്ട് 12 ആണ് ഇതിൻ്റെ ഒരു ടോർക്കായിട്ട് കാണുന്നത്. അപ്പം ഈ പറയുന്ന പവർ ഇത്രയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 10,500 RPM വണ്ടി എത്തണം. ആക്ച്വലി ഇതിൻ്റെ റെഡ് ബാൻഡ് എന്ന് പറയുന്നത് 11,500 to 13,500. സോ അപ്പോൾ ഞാൻ വീട്ടിൽ ഓടിച്ചെത്തുന്ന സമയത്ത്, അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പ്രീ ഓൺഡായിട്ടൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് നിങ്ങൾ മൈൻഡിൽ കരുതേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് കുറച്ചൊരു എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചിടുന്ന വണ്ടിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഓക്കെ. കാര്യം നമ്മുടെ സൈഡിൽ നിങ്ങളൊരു എഫർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം എന്നാണ്. എസ്പെഷ്യലി ഇത് വണ്ടി അധികം റൺ ചെയ്യാതിരുന്നതാണ് ആ സമയത്ത്. പുള്ളി അബ്രോഡാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫേസ് 2 ഇഷ്യൂ എന്ന് പറയുന്നിടത്ത്, ഒന്നൊരു ഹീറ്റിംഗ് ഇഷ്യൂ. ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ എത്തി. നെക്സ്റ്റ് ഡേ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ചെറിയൊരു ഷോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബാഡ് സ്മെല്ല് എനിക്ക് ഫീൽ ആയി. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബാഡ് സ്മെല്ല്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി റേഡിയേറ്റർ സൈഡോ അല്ലെങ്കിൽ കൂളൻ്റോ. അപ്പോൾ ഞാൻ കൂളൻ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും സർവീസ് സെൻറ്റർ കാണിക്കാൻ വിചാരിച്ചു. CBC ഹോണ്ടയാണ് ഞാൻ സർവീസ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ടെക്നീഷ്യന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ CBR 150 ആയാലും 250 ആയാലും ഓക്കെ. അപ്പോൾ അത് നമ്മളെ ടൈം എല്ലാം നമ്മൾ ആ സമയത്ത് ഷെഡ്യൂളെല്ലാം നമുക്ക് അത് ടഫാണ് അങ്ങനെ ഒരു ആളെ കിട്ടി അത് ചെയ്യാൻ. പക്ഷേ ഭയത്തിന് എനിക്കൊരു ടെക്നീഷ്യനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ റേഡിയേറ്ററിൽ ചെറിയ ബ്ലോക്കേജ് ആയിരുന്നു. അല്ലാതെ വേറെ റേഡിയേറ്റർ റപ്ചർ ആവുകയോ അതിൻ്റെ ഫിൻസ് കൂളിംഗ് ഫിൻസിന് വേറെ ഇഷ്യൂ ഉണ്ടാവും, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒന്നാമത്തെ ഒരു ഇഷ്യൂ. അത് ഉടനെ തന്നെ റെക്ടിഫൈ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, അത് പിന്നീട് ഒരു 2000 കിലോമീറ്ററൊക്കെ ഞാനായിട്ട് ഓടിയിട്ട് ശേഷം എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്. ഒരു മിസ്സിങ് ഇഷ്യൂ. അതായത് നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് പവർ ഒരു ലാഗിങ് ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അത് ഫ്യൂൽ ഇഞ്ചക്ടറോ റിലേറ്റഡോ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഇഷ്യൂ ആയിരിക്കും. കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കും, ഫ്യൂൽ ടാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. കാര്യം അധികം ഓടാത്തതാണല്ലോ. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ സംഭവം ചെറിയൊരു റസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ടാങ്കിൽ. അത് ഞാൻ ഉടനെ ക്ലീൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ ആ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പോൾ ഈ 2 ഇഷ്യൂ ആണ് ഇതിൽ ഞാൻ ഫേസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്കറിയാം. ഓൺലൈനെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 18.2 അറൗണ്ട് പവർ തരുന്നത്, അത്രയും BHP ഉള്ള ഒരു വണ്ടിയാണ്. അതുപോലെ ടോർക്ക് എന്ന് പറയുമ്പോൾ അത്രയ്ക്കില്ല, കാര്യം 150cc എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അറൗണ്ട് 12 ആണ് ഇതിൻ്റെ ഒരു ടോർക്കായിട്ട് കാണുന്നത്. അപ്പം ഈ പറയുന്ന പവർ ഇത്രയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 10,500 RPM വണ്ടി എത്തണം. ആക്ച്വലി ഇതിൻ്റെ റെഡ് ബാൻഡ് എന്ന് പറയുന്നത് 11,500 to 13,500 ആണ്. അപ്പം ഇതിൻ്റെ മീൻസ് അപ്പം അത് എന്നെ ഒരു അട്രാക്ട് ചെയ്തൊരു പോയിൻ്റാണ്. കാരണം ഈ ബൈ പേപ്പർ സ്പെക്കിൽ എന്താ പറയുക, വണ്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ അത്രയും ലിമിറ്റിലെത്തണം. അത് തന്നെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ലോങ് റൈഡിന് എന്തായാലും യൂസ്ഫുൾ ആണ്. കാര്യം വിത്തൗട്ട് സ്ട്രെസ് നമുക്ക് വണ്ടി എൻജിൻ പോകും. പക്ഷേ അത് തന്നെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാൻ കാര്യം, സിറ്റി ലൈഫിൽ അല്ലെങ്കിൽ സിറ്റി റൈഡിൽ ഇത് എന്താ പറയുക, നിങ്ങളെ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതുകൊണ്ട് എനിക്കതിൻ്റെ നെഗറ്റീവ് അറിയാം. എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇത് ഒരു ഷോർട്ടറായിട്ടുള്ളൊരു എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ഉള്ള വണ്ടിയാണ്. അതായത് ടോട്ടൽ 6 ഗിയർ ഉണ്ട്. ഈ 6 ഗിയറിൽ ഫസ്റ്റ് 1 to 3 അതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. മീൻസ് നിങ്ങൾ ആ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറേണ്ടി വരും. ഇല്ലെങ്കിൽ വണ്ടി നോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പീഡും അതും
മൈൻഡിൽ വേണം. അപ്പം എന്താ പറയുക, ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടൈറ്റ് ട്രാഫിക്കിൽ സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹൈവേയിൽ അല്ലെങ്കിൽ ഓപ്പൺ റോഡൊക്കെ വളരെ ഈസിയാണ് അത് ഓടിക്കാൻ. അത് സ്റ്റോക്ക് ടയർ വരുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ 6000 കിലോമീറ്ററിലാണ് വണ്ടി എടുത്തത്. ആ സമയത്തിന് സ്റ്റോക്ക് ടയർ MRF ആണ് ഉണ്ടായിരുന്നത്. കമ്പനി ടയർ MRF എന്ന് പറയുമ്പോഴത്തേക്ക് റെയറിൽ 130 70 ആണ്. ഫ്രണ്ട് ടയർ വരുന്നത് 180 70. അപ്പോൾ MRF എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ MRFൽ. സ്റ്റോക്ക് ടയർ കാര്യം എന്ന് വെച്ചാൽ MRF വളരെ ഗ്രിപ്പ് കുറവാണ്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു വണ്ടി ഒരു റൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കറേജ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ MRFനേൽ ഫെയിലായെന്ന് പറയാം. കാര്യം നിങ്ങൾക്കത് കോൺഫിഡൻസ് വളരെ കുറവാണ് ആ MRF സ്റ്റോക്ക് ടയർ ഓട്ടിക്കും. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഓൾമോസ്റ്റ് 19,000 വരെ ഞാൻ ആ സ്റ്റോക്ക് ടയറിൽ ഓടി. അതിന് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പഞ്ചർ എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല MRFൽ. പിന്നെ ഈ പറയുക വെറ്റ് ഗ്രിപ്പൊക്കെ വളരെ കുറവാണ്, ബ്രേക്കിംഗ് പൂറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന വേറൊരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ബ്രാൻഡഡിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ മാറിയതാണ്. റെയർ വരുന്നത് റെയർ അപ്പോളോയും ഫ്രണ്ട് മാക്സിസ് എന്നാണ് ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് എനിക്ക് ഒരു SS ടയർ ഉണ്ടായിരുന്നു. അതിലൊരു മെഷീനായിരുന്നു ടയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഓക്കെ, കമ്പാരിറ്റീവ്ലി സ്മാളാണ്. സ്റ്റിൽ എനിക്ക് അതിൽ വെറ്റ് ഗ്രിപ്പ് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ MRF അല്ലാതെ വേറെ ബ്രാൻഡ്. അപ്പം മിഷലിൻ ഞാൻ അത് അവോയ്ഡ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നതിൻ്റെ മനസ്സിൽ അപ്പോളോ ഉണ്ടായിരുന്നു. പിന്നെ C8ഉം JKയും വേണ്ടത്ര ഒരു നല്ലൊരു ഫീഡ്ബാക്ക് റിവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തു. സോ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഈ പറയുന്ന അതായത് MRFും അതായത് ഈ പറയുന്ന 130 സെക്ഷൻ റെയർ ആൻഡ് 100 സെക്ഷൻ ഫ്രണ്ട്, ഈ 2 ടയർ സ്പെക്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 140 നിങ്ങൾക്ക് കിട്ടാം ഈസിലി. അതേപോലെ ഫ്രണ്ട് 110 ആണെങ്കിലും വളരെ എളുപ്പം കിട്ടും. എനിക്കൊന്ന് R15 ആ ഒരു സെക്ഷൻ്റെ CB 250 ഉണ്ട്, സെയിമാണ്. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി സ്മോളറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈഡൻ്റായി, അല്ലെങ്കിൽ പലരും ശ്രമിക്കാം, ചിലർ അപ്സൈസിന് ശ്രമിക്കാം. സോ ബട്ട് ഐ ഡിഡ്ന്റ് ഗോ ഫോർ അപ്സൈസിങ്. ആക്ച്വലി അപ്സൈസിങ് നല്ലതാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വണ്ടി R&D ആൻഡ് റിസർച്ച് ടീമൊക്കെ അവർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സസ്പെൻഷൻ, ഗ്രിപ്പ്, വണ്ടിയുടെ ബാലൻസിങ്, ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇതെല്ലാം വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഇത് ടയർ സൈസും എല്ലാം സെയിം കീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ടയർ അപ്സൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എഞ്ചിൻ ലോഡ് വരും, സ്പ്രോക്കറ്റ്, ബാലൻസിങ്, നമ്മളെ സസ്പെൻഷൻ, ഇത് പിറകിൽ എന്താ പറയുക, മോണോഷോക്കാണ്. സോ അപ്പോൾ അതെല്ലാം റിലേറ്റഡ് എല്ലാം നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ റെഡി അല്ലായിരുന്നു. സോ ഞാൻ എന്താ പറയുക, സ്റ്റോക്ക് ടയർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു, സ്റ്റോക്ക് ടയർ സൈസിൽ. സോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് ആമസോണാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ രണ്ടും ആക്ച്വലി അതിന് രസം എന്ന് പറയുന്നത്, ഞാൻ അപ്പോളോയാണ് ബോത്ത് റെയർ ആൻഡ് ഫ്രണ്ട് സെക്ഷൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് എനിക്ക് വന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് ടയർ ഞാൻ പറഞ്ഞല്ലോ 180 70 സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ സൈസാണ്. ആക്ച്വലി 180 വരാം. 100 മീൻസ് വിഡ്ത്ത് 100 ആയിരിക്കും. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആണ് 80 എന്ന് പറയാം. 80% എന്താ പറയുക, വാൾ തിക്നെസ്, ടയറിൻ്റെ വാൾ വരുന്നുണ്ട് സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയത് ഉൾട്ടയാണ്. കാര്യം 80 100 വന്നു. അപ്പോൾ വിഡ്ത്ത് കുറവുള്ള ടയറാണ് എനിക്ക് വന്നത്. ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തു. സോ അപ്പം എന്നെ ഡിസപ്പോയിൻറ്റഡ് ആയി. കാര്യം ഓൺലൈനിൽ പലരും പല ഇഷ്യൂ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ട് ടയർ കിട്ടുന്നുണ്ട്, യൂസ്ഡ് ആയിട്ടുള്ള വണ്ടി ടയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഫോർച്യുനേറ്റ്ലി ബാക്ക് എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി സെയിം സൈസാണ് കിട്ടിയത്, അപ്പോളാണ്. പിന്നെ ഞാൻ ഫ്രണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പിൽ ഡയറക്റ്റ് പോയി മാറാമെന്ന് വിചാരിച്ചു, ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ MRF ഞാൻ പറഞ്ഞല്ലോ, MRF ഞാൻ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. പിന്നെ JK ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഒരു പുതിയ ബ്രാൻഡ്. അപ്പം മാക്സിസ് എന്ന് അവരതിനെ പറഞ്ഞു. ഓൺലൈൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് റെപ്യൂട്ടഡ് ഒരു ബ്രാൻഡഡ് ആയിട്ട് തോന്നി. പിന്നെ അതിൻ്റെ ടയർ പാറ്റേണൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വിചാരിച്ചു അതിനെ എന്തായാലും ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ മാക്സിസാണ് ഞാൻ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഒരു ഡിസിഷൻ തെറ്റിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ MRF സ്വിച്ച് ചെയ്ത് ഇപ്പം അപ്പോളോ മാക്സിസിൽ
വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഒരു കോൺഫിഡൻസ്, അതായത് കോർണറിങ് എബിലിറ്റിയൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ റെയറിൽ റേഡിയൽ ടയറാണ്, ഫ്രണ്ട് നൈലോണാണ്. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന ടയറിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു സ്കിൽഡായിട്ടുള്ള ലേബർ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു നാട്ടിലൊക്കെ ആണെങ്കിൽ ടയർ ചേഞ്ച് ചെയ്യണമായി പല ഇഷ്ടംപോലെ ഒരു നമുക്ക് ചോയ്സസ് ഉണ്ട്, ഷോപ്പുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ അത് നമ്മൾ നിന്ന് വേണം ചെയ്യിപ്പിക്കും. കാര്യം നെട്ടും പോയിട്ട് അധികം വരാൻ പാടില്ലല്ലോ. കാര്യം അവർക്ക് തന്നെ ഇത് എന്താ പറയുക, കാലിപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. പിന്നെ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടയറിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഡയറക്ഷൻ റൊട്ടേഷൻ ശ്രദ്ധിക്കണം. ആരും നോക്കിയിട്ടൊക്കെ വേണം ഇടാൻ. അപ്പോൾ അവരൊക്കെ തിരിച്ചൊക്കെയാണ് ആദ്യം ഇട്ടത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് പിന്നെ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്, എനിക്ക് മാക്സിമം വണ്ടി സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യൽ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്തൊരു ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാർക്കിംഗ് ലൈറ്റ്, ആക്ച്വലി ഇത് ഹെഡ്ലൈറ്റ് അസംബ്ലി വരുന്നത് ഹാലോജനാണ്. അപ്പോൾ ഞാൻ ചെയ്തു ഒരു LED, ഉസ്ട്രാമിൻ്റെ ഒരു LED ആണ് പാർക്കിംഗ് ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ബാക്കി ഹെഡ് ലാമ്പ് ഞാൻ മെയിൻ ഹെഡ് ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അട്രാക്റ്റ് ചെയ്തൊരു പോയിൻ്റാണ്. കാരണം ബൈ പേപ്പർ സ്പെക്കിൽ എന്താ പറയുക, വണ്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ അത്രയും ലിമിറ്റിലെത്തണം. അത് തന്നെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ്. ലോങ് റൈഡിന് എന്തായാലും യൂസ്ഫുള്ളാണ്. കാര്യം വിത്തൗട്ട് സ്ട്രെസ് നമുക്ക് വണ്ടി എൻജിൻ പോകും. പക്ഷേ അത് തന്നെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാൻ കാര്യം, സിറ്റി ലൈഫിൽ അല്ലെങ്കിൽ സിറ്റി റൈഡിൽ ഇത് എന്താ പറയുക, നിങ്ങളെ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ നെഗറ്റീവ് അറിയാം. ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് ഒരു എന്തുകൊണ്ട് ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ഉള്ള വണ്ടിയാണ്. അതായത് ടോട്ടൽ 6 ഗിയർ ഉണ്ട്. ഈ 6 ഗിയറിൽ ഫസ്റ്റ് 1 to 3 അതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. മീൻസ് നിങ്ങൾ ആ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറേണ്ടി വരും. ഇല്ലെങ്കിൽ വണ്ടി നോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പീഡും അതും മൈൻഡിൽ വേണം. അപ്പം എന്താ പറയുക, ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടൈറ്റ് ട്രാഫിക്കിൽ സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹൈവേയിൽ അല്ലെങ്കിൽ ഓപ്പൺ റോഡൊക്കെ വളരെ ഈസിയാണ് അത് ഓടിക്കാൻ. അത് സ്റ്റോക്ക് ടയർ വരുന്നത്. അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ 6000 കിലോമീറ്ററിലാണ് വണ്ടി എടുത്തത്. ആ സമയത്തിന് സ്റ്റോക്ക് ടയർ MRF ആണ് ഉണ്ടായിരുന്നത്. കമ്പനി ടയർ MRF എന്ന് പറയുമ്പോഴത്തേക്ക് റെയറിൽ 130 70 ആണ്. ഫ്രണ്ട് ടയർ വരുന്നത് 100 80 70. അപ്പോൾ MRF എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ MRFൽ. സ്റ്റോക്ക് ടയർ 19. സോ ഞാൻ വീട്ടിൽ ഓടിച്ചെത്തുന്ന സമയത്ത്, അപ്പോൾ അതിനൊരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പ്രീ ഓൺഡായിട്ടൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് നിങ്ങൾ മൈൻഡിൽ കരുതേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് കുറച്ചൊരു എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചെടുക്കുന്ന വണ്ടിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഓക്കെ. കാര്യം നമ്മുടെ സൈഡിൽ നിങ്ങളൊരു എഫർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ, എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം എന്നുള്ളത്. എസ്പെഷ്യലി ഇത് വണ്ടി അധികം റൺ ചെയ്യാതിരുന്നതാണ് ആ സമയത്ത്. പുള്ളി അബ്രോഡാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫേസ് 2 ഇഷ്യൂ എന്ന് പറയുന്നിടത്ത്, ഒന്നൊരു ഹീറ്റിംഗ് ഇഷ്യൂ. ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ എത്തി നെക്സ്റ്റ് ഡേ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ചെറിയൊരു ഷോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബാഡ് സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബാഡ് സ്മെല്ല്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി റേഡിയേറ്റർ സൈഡോ അല്ലെങ്കിൽ കൂളൻ്റോ. അപ്പോൾ ഞാൻ കൂളൻ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും സർവീസ് സെൻ്റർ കാണിക്കാൻ വിചാരിച്ചു. CBC ഹോണ്ടയാണ് ഞാൻ സർവീസ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ടെക്നീഷ്യന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ CBR 150 ആയാലും 250 ആയാലും ഓക്കെ. അപ്പോൾ അത് നമ്മളെ ടൈം എല്ലാം നമ്മൾ ആ സമയത്ത് ഷെഡ്യൂളെല്ലാം നമുക്ക് അത് ടഫാണ് അങ്ങനെ ഒരു ആളെ കിട്ടി അത് ചെയ്യാൻ. പക്ഷേ ഭയത്തിന് എനിക്കൊരു ടെക്നീഷ്യനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ റേഡിയേറ്ററിൽ ചെറിയ ബ്ലോക്കേജ് ആയിരുന്നു. അല്ലാതെ വേറെ റേഡിയേറ്റർ റപ്ചർ ആവുകയോ അതിൻ്റെ കൂളിംഗ് ഫിൻസിന് വേറെ ഇഷ്യൂ ഉണ്ടാവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒന്നാമത്തെ ഒരു ഇഷ്യൂ. അത് ഉടനെ തന്നെ റെക്ടിഫൈ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അത് പിന്നീട് ഒരു 2000 കിലോമീറ്ററൊക്കെ ഞാനായിട്ട് ഓടിയിട്ട് ശേഷം എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്.
ഒരു മിസ്സിങ് ഇഷ്യൂ, അതായത് നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് പവർ ഒരു ലാഗിങ് ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അത് ഫ്യൂൽ ഇഞ്ചക്ടറോ റിലേറ്റഡോ അല്ലെങ്കിൽ ഫ്യൂലിൻ്റെ ഇഷ്യൂ ആയിരിക്കും, കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കും, ഫ്യൂൽ ടാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം, കാര്യം അധികം ഓടാത്തതാണല്ലോ. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ സംഭവം ചെറിയൊരു റസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ടാങ്കിൽ. അത് ഞാൻ ഉടനെ ക്ലീൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ ആ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പോൾ ഈ 2 ഇഷ്യൂ ആണ് ഇതിൽ ഞാൻ ഫേസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്കറിയാം, ഓൺലൈനെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 18.2 അറൗണ്ട് പവർ തരുന്നത്, അത്രയും BHP ഉള്ള ഒരു വണ്ടിയാണ്. അതുപോലെ ടോർക്ക് എന്ന് പറയുമ്പോൾ അത്രയ്ക്കില്ല, കാര്യം 150cc എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അറൗണ്ട് 12 ആണ് ഇതിൻ്റെ ഒരു ടോർക്കായിട്ട് കാണുന്നത്. അപ്പം ഈ പറയുന്ന പവർ ഇത്രയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 10,500 RPM വണ്ടി എത്തണം. ആക്ച്വലി ഇതിൻ്റെ റെഡ് ബാൻഡ് എന്ന് പറയുന്നത് 11,500 to 13,500 ആണ്. അപ്പം ഇതിൻ്റെ മീൻസ് അപ്പം അത് എന്നെ ഒരു അട്രാക്ട് ചെയ്തൊരു പോയിൻ്റാണ്. കാരണം ഈ ബൈ പേപ്പർ സ്പെക്കിൽ എന്താ പറയുക, വണ്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ അത്രയും ലിമിറ്റിലെത്തണം. അത് തന്നെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ലോങ് റൈഡിന് എന്തായാലും യൂസ്ഫുൾ ആണ്, കാര്യം വിത്തൗട്ട് സ്ട്രെസ് നമുക്ക് വണ്ടി എൻജിൻ പോകും. പക്ഷേ അത് തന്നെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാൻ കാര്യം, സിറ്റി ലൈഫിൽ അല്ലെങ്കിൽ സിറ്റി റൈഡിൽ ഇത് എന്താ പറയുക, നിങ്ങളെ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതുകൊണ്ട് എനിക്കതിൻ്റെ നെഗറ്റീവ് അറിയാം. എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇത് ഒരു ഷോർട്ടറായിട്ടുള്ളൊരു എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ഉള്ള വണ്ടിയാണ്. അതായത് ടോട്ടൽ 6 ഗിയർ ഉണ്ട്. ഈ 6 ഗിയറിൽ ഫസ്റ്റ് 1 to 3 അതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. മീൻസ് നിങ്ങൾ ആ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറേണ്ടി വരും, ഇല്ലെങ്കിൽ വണ്ടി നോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പീഡും അതും മൈൻഡിൽ വേണം. അപ്പം എന്താ പറയുക, ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടൈറ്റ് ട്രാഫിക്കിൽ സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹൈവേയിൽ അല്ലെങ്കിൽ ഓപ്പൺ റോഡൊക്കെ വളരെ ഈസിയാണ് അത് ഓടിക്കാൻ. അത് സ്റ്റോക്ക് ടയർ വരുന്നത്, അതുകൊണ്ടാണ് അത് ഞാൻ എടുത്തപ്പോൾ തന്നെ ഉണ്ടെന്ന് പറയാൻ കാര്യം. ഞാൻ പറഞ്ഞ 6,000 കിലോമീറ്ററിലാണ് വണ്ടി എടുത്തത്. ആ സമയത്തിന് സ്റ്റോക്ക് ടയർ MRF ആണ് ഉണ്ടായിരുന്നത്. കമ്പനി ടയർ MRF എന്ന് പറയുമ്പോഴത്തേക്ക് റെയറിൽ 130 70 ആണ്. ഫ്രണ്ട് ടയർ വരുന്നത് 100 80 70. അപ്പോൾ MRF എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ MRFൽ. സ്റ്റോക്ക് ടയർ കാര്യം എന്ന് വെച്ചാൽ MRF വളരെ ഗ്രിപ്പ് കുറവാണ്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു വണ്ടി ഒരു റൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കറേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ MRFനതിൽ ഫെയിലായെന്ന് പറയാം. കാര്യം നിങ്ങൾക്കത് കോൺഫിഡൻസ് വളരെ കുറവാണ് ആ MRF സ്റ്റോക്ക് ടയർ ഓട്ടിക്കും. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ഓൾമോസ്റ്റ് 19,000 വരെ ഞാൻ ആ സ്റ്റോക്ക് ടയറിൽ ഓടി. അതിലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പഞ്ചർ എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല MRFൽ. പിന്നെ ഈ പറയുക വെറ്റ് ഗ്രിപ്പൊക്കെ വളരെ കുറവാണ്, ബ്രേക്കിംഗ് പൂറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന വേറൊരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ബ്രാൻഡഡ് അതിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ മാറിയതാണ്. റെയർ വരുന്നത് റെയർ അപ്പോളോയും ഫ്രണ്ട് മെക്സിസ് എന്നാണ് ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പ് എനിക്ക് ഒരു SS ടയർ ഉണ്ടായിരുന്നു, അതിലൊരു മെഷീനായിരുന്നു ടയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമൊക്കെ കമ്പാരിറ്റീവ്ലി സ്മാളാണ്, സ്റ്റിൽ എനിക്ക് അതിൽ വെറ്റ് ഗ്രിപ്പ് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ MRF അല്ലാതെ വേറെ ബ്രാൻഡ്. അപ്പം മിഷലിന് ഞാൻ അത് അവോയ്ഡ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നതിൻ്റെ മനസ്സിൽ അപ്പോളോ ഉണ്ടായിരുന്നു. പിന്നെ C8ഉം JKയും വേണ്ടത്ര ഒരു നല്ലൊരു ഫീഡ്ബാക്ക് റിവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തു. സോ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഈ പറയുന്ന അതായത് MRFും അതായത് ഈ പറയുന്ന 130 സെക്ഷൻ റെയർ ആൻഡ് 100 സെക്ഷൻ ഫ്രണ്ട്, ഈ 2 ടയർ സ്പെക്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 140 നിങ്ങൾക്ക് കിട്ടാം ഈസിലി. അതേപോലെ ഫ്രണ്ട് 110 ആണെങ്കിലും വളരെ എളുപ്പം കിട്ടും. എനിക്ക് തോന്നുന്നു R15 ആ ഒരു സെക്ഷൻ്റെ CB 250 ഉണ്ട്, സെയിം ആണ്. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി സ്മോളറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈഡൻ്റായി, അല്ലെങ്കിൽ പലരും ശ്രമിക്കാം, ചിലർ അപ്സൈസിന് ശ്രമിക്കാം. സോ ബട്ട് ഐ ഡിഡ്ന്റ് ഗോ ഫോർ അപ്സൈസിങ്. ആക്ച്വലി അപ്സൈസിങ്
നല്ലതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വണ്ടി R&D എൻ്റെ റിസർച്ച് ടീമൊക്കെ അവർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സസ്പെൻഷൻ, ഗ്രിപ്പ്, വണ്ടിയുടെ ബാലൻസിങ്, ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇതെല്ലാം വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഇത് ടയർ സൈസും എല്ലാം സെയിം കീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ടയർ അപ്സൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എഞ്ചിൻ ലോഡ് വരും, സ്പ്രോക്കറ്റ്, ബാലൻസിങ്, നമ്മളെ സസ്പെൻഷൻ, ഇത് പിറകിൽ എന്താ പറയുക മോണോഷോക്കാണ്. സോ അപ്പോൾ അതെല്ലാം റിലേറ്റഡ് എല്ലാം നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ റെഡി അല്ലായിരുന്നു. സോ ഞാൻ എന്താ പറയുക സ്റ്റോക്ക് ടയർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു, സ്റ്റോക്ക് ടയർ സൈസിൽ. സോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് ആമസോണാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ രണ്ടും ആക്ച്വലി ഞാൻ അതിന് രസം എന്ന് പറയുന്നത് ഞാൻ അപ്പോളോയാണ് ബോത്ത് റെയർ ആൻഡ് ഫ്രണ്ട് സെക്ഷൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് എനിക്ക് വന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് ടയർ ഞാൻ പറഞ്ഞല്ലോ 180/17 സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ സൈസാണ്. ആക്ച്വലി 180 വരാം. 100 മീൻസ് വിഡ്ത്ത് 100 ആയിരിക്കും. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോണ് 80 എന്ന് പറയാം. 80% എന്താ പറയുക വാൾ തിക്നെസ്, ടയറിൻ്റെ വാൾ വരുന്നുണ്ട് സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയത് ഉൾട്ടയാണ്. കാര്യം 80-100 വന്നു. അപ്പോൾ വിഡ്ത്ത് കുറവുള്ള ടയറാണ് എനിക്ക് വന്നത്. ഞാൻ റിട്ടേൺ ചെയ്തു. സോ അപ്പം എന്നെ ഡിസപ്പോയിൻ്റ് ആയി. കാര്യം ഓൺലൈനിൽ പലരും പല ഇഷ്യൂ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ട് ടയർ കിട്ടുന്നുണ്ട്, യൂസ്ഡ് ആയിട്ടുള്ള വണ്ടി ടയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഫോർച്യുനേറ്റ്ലി ബാക്ക് എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി സെയിം സൈസാണ് കിട്ടിയത്. അപ്പോഴാണ് പിന്നെ ഞാൻ ഫ്രണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പിൽ ഡയറക്റ്റ് പോയി മാറാമെന്ന് വിചാരിച്ചു, ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ MRF ഞാൻ പറഞ്ഞല്ലോ, MRF ഞാൻ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. പിന്നെ JK ഒക്കെ ഉണ്ടായിരുന്നു. വരെ ഞാൻ ആ സ്റ്റോക്ക് ടയറിൽ ഓടി. അതിന് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പഞ്ചർ എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല MRF-ൽ. പിന്നെ ഈ പറയുന്ന വെറ്റ് ഗ്രിപ്പൊക്കെ വളരെ കുറവാണ്, ബ്രേക്കിംഗ് പൂറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു വേറൊരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ബ്രാൻഡഡിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ മാറിയതാണ്. റെയർ വരുന്നത് റെയർ അപ്പോളോയും ഫ്രണ്ട് മെക്സിസ് എന്നാണ് ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് എനിക്ക് ഒരു SS ടയർ ഉണ്ടായിരുന്നു. അതിലൊരു മെഷീനായിരുന്നു ടയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമൊക്കെ കമ്പാരിറ്റീവ്ലി സ്മാളാണ്. സ്റ്റിൽ എനിക്ക് അതിൽ വെറ്റ് ഗ്രിപ്പ് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ MRF അല്ലാതെ വേറെ ബ്രാൻഡ്. അപ്പം മിഷലിൻ ഞാൻ അത് അവോയ്ഡ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നതിൻ്റെ മനസ്സിൽ അപ്പോളോ ഉണ്ടായിരുന്നു. പിന്നെ C8-ഉം JK-യും വേണ്ടത്ര ഒരു നല്ലൊരു ഫീഡ്ബാക്ക് റിവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തു. സോ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, അപ്പോൾ ഞാൻ വീട്ടിൽ ഓടിച്ചെത്തുന്ന സമയത്ത്, അപ്പോൾ അതിനുമൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പ്രീ ഓൺഡായിട്ടൊരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് നിങ്ങൾ മൈൻഡിൽ കരുതേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് കുറച്ചൊരു എക്സ്പെൻസ് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്നും നമ്മൾ ആഗ്രഹിച്ചിടുന്ന വണ്ടിയാണെങ്കിലും ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണെങ്കിലും ഓക്കെ, കാര്യം നമ്മുടെ സൈഡിൽ നിങ്ങളൊരു എഫർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം
കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം എന്നാണ്. എസ്പെഷ്യലി ഇത് വണ്ടി അധികം റൺ ചെയ്യാതിരുന്നതാണ് ആ സമയത്ത്. പുള്ളി അബ്രോഡാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫേസ് 2 ഇഷ്യൂ എന്ന് പറയുന്നിടത്ത് ഒന്നൊരു ഹീറ്റിംഗ് ഇഷ്യൂ. ഈ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ എത്തി. നെക്സ്റ്റ് ഡേ വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു ചെറിയൊരു ഷോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബാഡ് സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബാഡ് സ്മെല്ല്. അപ്പോൾ ഇനി മനസ്സിലായി അത് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി മനസ്സിലായി റേഡിയേറ്റർ സൈഡോ അല്ലെങ്കിൽ കൂളൻ്റോ. അപ്പോൾ ഞാൻ കൂളൻ്റൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എന്തായാലും സർവീസ് സെൻ്റർ കാണിക്കാൻ വിചാരിച്ചു. CBC ഹോണ്ടയാണ് ഞാൻ സർവീസ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ടെക്നീഷ്യന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ CBR 150 ആയാലും 250 ആയാലും ഓക്കെ. അപ്പോൾ അത് നമ്മളെ ടൈം എല്ലാം നമ്മൾ ആ സമയത്ത് ഷെഡ്യൂളെല്ലാം നമുക്ക് അത് ടഫാണ് അങ്ങനെ ഒരു ആളെ കിട്ടി അത് ചെയ്യാൻ. പക്ഷേ ഭയത്തിന് എനിക്കൊരു ടെക്നീഷ്യനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ റേഡിയേറ്ററിൽ ചെറിയ ബ്ലോക്കേജ് ആയിരുന്നു. അല്ലാതെ വേറെ റേഡിയേറ്റർ റപ്ചർ ആവുകയോ അതിൻ്റെ ഫിൻസ് കൂളിംഗ് ഫിൻസിന് വേറെ ഇഷ്യൂ ഉണ്ടാവും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒന്നാമത്തെ ഒരു ഇഷ്യൂ. അത് ഉടനെ തന്നെ റെക്ടിഫൈ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് അത് പിന്നീട് ഒരു 2000 കിലോമീറ്ററൊക്കെ ഞാനായിട്ട് ഓടിയിട്ട് ശേഷം എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂ ആണ്. ഒരു മിസ്സിങ് ഇഷ്യൂ. അതായത് നമ്മൾ ത്രോട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് പവർ ഒരു ലാഗിങ് ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അത് ഫ്യൂൽ ഇഞ്ചക്ടറോ റിലേറ്റഡോ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഇഷ്യൂ ആയിരിക്കും. കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആയിരിക്കും, ഫ്യൂൽ ടാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. കാര്യം അധികം ഓടാത്തതാണല്ലോ. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ സംഭവം ചെറിയൊരു റസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ടാങ്കിൽ. അത് ഞാൻ ഉടനെ ക്ലീൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പിന്നെ ആ ഒരു ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പോൾ ഈ 2 ഇഷ്യൂ ആണ് ഇതിൽ ഞാൻ ഫേസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്കറിയാം. ഓൺലൈനെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഒരു 18.2 അറൗണ്ട് പവർ തരുന്നത്, അത്രയും BHP ഉള്ള ഒരു വണ്ടിയാണ്. അതുപോലെ ടോർക്ക് എന്ന് പറയുമ്പോൾ അത്രയ്ക്കില്ല. കാര്യം 150cc എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അറൗണ്ട് 12 ആണ് ഇതിൻ്റെ ഒരു ടോർക്കായിട്ട് കാണുന്നത്. അപ്പം ഈ പറയുന്ന പവർ ഇത്രയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ 10,500 RPM വണ്ടി എത്തണം. ആക്ച്വലി ഇതിൻ്റെ റെഡ് ബാൻഡ് എന്ന് പറയുന്നത് 11,500 to 13,500 ആണ്. അപ്പം ഇതിന് മീൻസ് അപ്പം അത് എന്നെ ഒരു അട്രാക്ട് ചെയ്തൊരു പോയിൻ്റാണ്. കാരണം ഈ ബൈ പേപ്പർ സ്പെക്കിൽ എന്താ പറയുക വണ്ടിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ അത്രയും ലിമിറ്റിലെത്തണം. അത് തന്നെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ലോങ് റൈഡിന് എന്തായാലും യൂസ്ഫുൾ ആണ്. കാര്യം വിത്തൗട്ട് സ്ട്രെസ് നമുക്ക് വണ്ടി എൻജിൻ പോകും. പക്ഷേ അത് തന്നെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാൻ കാര്യം സിറ്റി ലൈഫിൽ അല്ലെങ്കിൽ സിറ്റി റൈഡിൽ ഇത് എന്താ പറയുക നിങ്ങളെ ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതുകൊണ്ട് എനിക്കതിൻ്റെ നെഗറ്റീവ് അറിയാം. എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് ഒരു ഷോർട്ടറായിട്ടുള്ളൊരു എന്തുകൊണ്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ഉള്ള വണ്ടിയാണ്. അതായത് ടോട്ടൽ 6 ഗിയർ ഉണ്ട്. ഈ 6 ഗിയറിൽ ഫസ്റ്റ് 1 to 3 അതൊരു ഷോർട്ട് ഗിയർ റേഷ്യോ ആണ്. മീൻസ് നിങ്ങൾ ആ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറേണ്ടി വരും. ഇല്ലെങ്കിൽ വണ്ടി നോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പീഡും അതും മൈൻഡിൽ വേണം. അപ്പം എന്താ പറയുക ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ടൈറ്റ് ട്രാഫിക്കിൽ സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹൈവേയിൽ അല്ലെങ്കിൽ ഓപ്പൺ റോഡൊക്കെ വളരെ ഈസിയാണ് അത് ഓട്ടിക്കാൻ. അത് സ്റ്റോക്ക് ടയർ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ 6,000 കിലോമീറ്ററിലാണ് വണ്ടി എടുത്തത്. ആ സമയത്തിന് സ്റ്റോക്ക് ടയർ MRF ആണ് ഉണ്ടായിരുന്നത്. കമ്പനി ടയർ MRF എന്ന് പറയുമ്പോഴത്തേക്ക് റെയറിൽ 130 70 ആണ്. ഫ്രണ്ട് ടയർ വരുന്നത് 100 80 70. അപ്പോൾ MRF എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ MRFൽ. സ്റ്റോക്ക് ടയർ കാര്യം എന്ന് വെച്ചാൽ MRF വളരെ ഗ്രിപ്പ് കുറവാണ്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു വണ്ടി ഒരു റൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കറേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ MRFനേൽ ഫെയിലായെന്ന് പറയാം. കാര്യം നിങ്ങൾക്കത് കോൺഫിഡൻസ് വളരെ കുറവാണ് ആ MRF സ്റ്റോക്ക് ടയർ ഓട്ടിക്കും. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ
ഒരു ഓൾമോസ്റ്റ് 19,000 വരെ ഞാൻ ആ സ്റ്റോക്ക് ടയറിൽ ഓടി. അതിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പഞ്ചർ എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല MRF-ൽ. പിന്നെ ഈ പറയുന്ന വെറ്റ് ഗ്രിപ്പൊക്കെ വളരെ കുറവാണ്, ബ്രേക്കിംഗ് പൂറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു വേറൊരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ബ്രാൻഡഡ് അതിലോട്ട് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ മാറിയതാണ്. റെയർ വരുന്നത് റെയർ അപ്പോളോയും ഫ്രണ്ട് മാക്സിസ് എന്നാണ് ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പ് എനിക്ക് ഒരു SS ടയർ ഉണ്ടായിരുന്നു. അതിലൊരു മെഷീനായിരുന്നു ടയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഓക്കെ കമ്പാരിറ്റീവ്ലി സ്മാളാണ്. സ്റ്റിൽ എനിക്ക് അതിൽ വെറ്റ് ഗ്രിപ്പ് ഓക്കെ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ MRF അല്ലാതെ വേറെ ബ്രാൻഡ്. അപ്പം മിഷലിൻ ഞാൻ അത് അവോയ്ഡ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നതിൻ്റെ മനസ്സിൽ അപ്പോളോ ഉണ്ടായിരുന്നു. പിന്നെ C8-ഉം JK-യും വേണ്ടത്ര ഒരു നല്ലൊരു ഫീഡ്ബാക്ക് റിവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അവോയ്ഡ് ചെയ്തു. സോ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, ഈ പറയുന്ന അതായത് MRF-ഉം അതായത് ഈ പറയുന്ന 130 സെക്ഷൻ റെയർ ആൻഡ് 100 സെക്ഷൻ ഫ്രണ്ട്, ഈ 2 ടയർ സ്പെക്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 140 നിങ്ങൾക്ക് കിട്ടാം ഈസിലി. അതേപോലെ ഫ്രണ്ട് 110 ആണെങ്കിലും വളരെ എളുപ്പം കിട്ടും. എനിക്കൊന്ന് R15-ലൊക്കെ ആ ഒരു സെക്ഷൻ്റെ CB 250-ലും സെയിമാണ്. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി സ്മോളറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈഡൻ്റായി, അല്ലെങ്കിൽ ഒരു പലരും ശ്രമിക്കാം, ചിലർ അപ്സൈസിന് ശ്രമിക്കാം. സോ ബട്ട് ഐ ഡിഡ്ന്റ് ഗോ ഫോർ അപ്സൈസിങ്. ആക്ച്വലി അപ്സൈസിങ് നല്ലതാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വണ്ടി R&D ആൻഡ് റിസർച്ച് ടീമൊക്കെ അവർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സസ്പെൻഷൻ, ഗ്രിപ്പ്, വണ്ടിയുടെ ബാലൻസിങ്, ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇതെല്ലാം വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഇത് ടയർ സൈസും എല്ലാം സെയിം കീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ടയർ അപ്സൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എഞ്ചിൻ ലോഡ് വരും, സ്പ്രോക്കറ്റ്, ബാലൻസിങ്, നമ്മളെ സസ്പെൻഷൻ, ഇത് പിറകിൽ എന്താ പറയുക മോണോഷോക്കാണ്. സോ അപ്പോൾ അതെല്ലാം റിലേറ്റഡ് എല്ലാം നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ റെഡി അല്ലായിരുന്നു. സോ ഞാൻ എന്താ പറയുക സ്റ്റോക്ക് ടയർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു, സ്റ്റോക്ക് ടയർ സൈസിൽ. സോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് ആമസോണാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ രണ്ടും ആക്ച്വലി ഞാൻ അതിന് രസം എന്ന് പറയുന്നത് ഞാൻ അപ്പോളോയാണ് ബോത്ത് റെയർ ആൻഡ് ഫ്രണ്ട് സെക്ഷൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് എനിക്ക് വന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് ടയർ ഞാൻ പറഞ്ഞല്ലോ 180 17 സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ സൈസാണ്. ആക്ച്വലി 180 വരാം. 100 മീൻസ് വിഡ്ത്ത് 100 ആയിരിക്കും. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോണ് 80 എന്ന് പറയാം. 80% എന്താ പറയുക വാൾ തിക്നെസ്, ടയറിൻ്റെ വാൾ വരുന്നുണ്ട് സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയത് ഉൾട്ടയാണ്. കാര്യം 80 100 വന്നു. അപ്പോൾ വിഡ്ത്ത് കുറവുള്ള ടയറാണ് എനിക്ക് വന്നത്. ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തു. സോ അപ്പം എന്നെ ഡിസപ്പോയിൻ്റ് ആയി. കാര്യം ഓൺലൈനിൽ പലരും പല ഇഷ്യൂ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ട് ടയർ കിട്ടുന്നുണ്ട്, യൂസ്ഡ് ആയിട്ടുള്ള വണ്ടി ടയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഫോർച്യുനേറ്റ്ലി ബാക്ക് എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി സെയിം സൈസാണ് കിട്ടിയത്, അപ്പോഴാണ്. പിന്നെ ഞാൻ ഫ്രണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പിൽ ഡയറക്റ്റ് പോയി മാറാമെന്ന് വിചാരിച്ചു, ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ MRF ഞാൻ പറഞ്ഞല്ലോ, MRF ഞാൻ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. പിന്നെ JK ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു പുതിയ ബ്രാൻഡ്. അപ്പം മാക്സിസ് എന്ന് അവരതിനെ പറഞ്ഞു. ഓൺലൈൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് റെപ്യൂട്ടഡ് ഒരു ബ്രാൻഡഡ് ആയിട്ട് തോന്നി. പിന്നെ അതിൻ്റെ ടയർ പാറ്റേണൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വിചാരിച്ചു അതിനെ എന്തായാലും ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ മാക്സിസാണ് ഞാൻ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഒരു ഡിസിഷൻ തെറ്റിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ MRF-ൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഇപ്പം അപ്പോളോ മാക്സിസിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഒരു കോൺഫിഡൻസ്, അതായത് കോർണറിങ് എബിലിറ്റിയൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ റെയറിൽ റേഡിയൽ ടയറാണ്, ഫ്രണ്ട് നൈലോണാണ്. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന ടയറിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു സ്കിൽഡായിട്ടുള്ള ലേബർ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു നാട്ടിലൊക്കെ ആണെങ്കിൽ ടയർ ചേഞ്ച് ചെയ്യണമായി ഇഷ്ടംപോലെ നമുക്ക് ചോയ്സസ് ഉണ്ട്, ഷോപ്പുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ അത് നമ്മൾ നിന്ന് വേണം ചെയ്യിപ്പിക്കും. കാര്യം നെട്ടും പോയിട്ട് അധികം വരാൻ പാടില്ലല്ലോ. കാര്യം അവർക്ക് തന്നെ ഇത് എന്താ പറയുക കാലിപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. പിന്നെ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടയറിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഡയറക്ഷൻ റൊട്ടേഷൻ ശ്രദ്ധിക്കണം. ആരും നോക്കിയിട്ടൊക്കെ വേണം ഇടാൻ. അപ്പോൾ അവരൊക്കെ തിരിച്ചൊക്കെയാണ് ആദ്യം ഇട്ടത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് പിന്നെ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്, എനിക്ക് മാക്സിമം വണ്ടി സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യൽ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്തൊരു ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാർക്കിംഗ് ലൈറ്റ്. ആക്ച്വലി ഇത്
ഹെഡ്ലൈറ്റ് അസംബ്ലി വരുന്നത് ഹാലോജനാണ്. അപ്പോൾ ഞാൻ ചെയ്തു ഒരു LED, ഒസ്റാമിൻ്റെ ഒരു LED ആണ്. പാർക്കിംഗ് ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ബാക്കി ഹെഡ് ലാമ്പ് ഞാൻ മെയിൻ ഹെഡ്ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ സെക്ഷൻ റെയർ ആൻഡ് 100 സെക്ഷൻ ഫ്രണ്ട്, ഈ 2 ടയർ സ്പെക്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 140 നിങ്ങൾക്ക് കിട്ടാൻ ഈസിലി, അതേപോലെ ഫ്രണ്ട് 110 ആണെങ്കിലും വളരെ എളുപ്പം കിട്ടും. എനിക്കൊന്ന് R15 ആ ഒരു സെക്ഷനിൽ CB 250 ഉണ്ട്, സെയിം ആണ്. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി സ്മോളറാണ്. അപ്സൈസിന് ശ്രമിക്കാം. സോ ബട്ട് ഐ ഡിഡ്ന്റ് ഗോ ഫോർ അപ്സൈസിങ്. ആക്ച്വലി അപ്സൈസിങ് നല്ലതാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ വണ്ടിക്ക് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വണ്ടി R&D ആൻഡ് റിസർച്ച് ടീമൊക്കെ അവർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സസ്പെൻഷൻ, ഗ്രിപ്പ്, വണ്ടിയുടെ ബാലൻസിങ്, ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഇതെല്ലാം വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഇത് ടയർ സൈസും എല്ലാം സെയിം കീപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ടയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് എഞ്ചിൻ ലോഡ് വരും, സ്പ്രോക്കറ്റ്, ബാലൻസിങ്, നമ്മളെ സസ്പെൻഷൻ, ഇത് പിറകിൽ എന്താ പറയുക, മോണോഷോക്കാണ്. സോ അപ്പോൾ അതെല്ലാം റിലേറ്റഡ് എല്ലാം നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ റെഡി അല്ലായിരുന്നു. സോ ഞാൻ സ്റ്റോക്ക് ടയർ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചു, സ്റ്റോക്ക് ടയർ സൈസിൽ. സോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് ആമസോണാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ രണ്ടും ആക്ച്വലി ഞാൻ അതിൻ്റെ രസം എന്ന് പറയുന്നത്, ഞാൻ അപ്പോളോയാണ് ബോത്ത് റെയർ ആൻഡ് ഫ്രണ്ട് സെക്ഷൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് എനിക്ക് വന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് ടയർ ഞാൻ പറഞ്ഞല്ലോ 180 17 സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഒരു സ്മോളർ സൈസാണ്. ആക്ച്വലി 180 വരാം. 100 മീൻസ് വിഡ്ത്ത് 100 ആയിരിക്കും. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആണ് 80 എന്ന് പറയുക. 80% എന്താ പറയുക, വാൾ തിക്നെസ്, ടയറിൻ്റെ വാൾ വരുന്നുണ്ട് സൈസ്. പക്ഷേ എനിക്ക് കിട്ടിയത് 80 100 വന്നു. അപ്പോൾ വിഡ്ത്ത് കുറവുള്ള ടയറാണ് എനിക്ക് വന്നത്. ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തു. സോ അപ്പം എന്നെ ഡിസപ്പോയിൻ്റ് ആയി. കാരണം ഓൺലൈനിൽ പലരും പല ഇഷ്യൂ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ട് ടയർ കിട്ടുന്നുണ്ട്, യൂസ്ഡ് ആയിട്ടുള്ള വണ്ടി ടയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഫോർച്യുനേറ്റ്ലി ബാക്ക് എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി സെയിം സൈസാണ് കിട്ടിയത്. അപ്പോഴാണ് പിന്നെ ഞാൻ ഫ്രണ്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പിൽ ഡയറക്റ്റ് പോയി മാറാമെന്ന് വിചാരിച്ചു, ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ MRF ഞാൻ പറഞ്ഞല്ലോ, MRF ഞാൻ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. പിന്നെ JK ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു പുതിയ ബ്രാൻഡ്. അപ്പോൾ മാക്സിസ് എന്ന് അവരതിനെ പറഞ്ഞു. ഓൺലൈൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് റെപ്യൂട്ടഡ് ഒരു ബ്രാൻഡഡ് ആയിട്ട് തോന്നി. പിന്നെ അതിൻ്റെ ടയർ പാറ്റേണൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വിചാരിച്ചു അതിനെ എന്തായാലും ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ മാക്സിസാണ് ഞാൻ ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഒരു ഡിസിഷൻ തെറ്റിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ MRF സ്വിച്ച് ചെയ്ത് ഇപ്പം അപ്പോളോ മാക്സിസിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ ഒരു കോൺഫിഡൻസ്, അതായത് കോർണറിങ് എബിലിറ്റിയൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ റെയറിൽ റേഡിയൽ ടയറാണ്, ഫ്രണ്ട് നൈലോണാണ്. ഓക്കെ, സോ അതാണ് ഈ പറയുന്ന ടയറിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു സ്കിൽഡായിട്ടുള്ള ലേബർ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു നാട്ടിലൊക്കെ ആണെങ്കിൽ ടയർ ചേഞ്ച് ചെയ്യണമായി ഇഷ്ടംപോലെ നമുക്ക് ചോയ്സസ് ഉണ്ട്, ഷോപ്പുണ്ട്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ അത് നമ്മൾ നിന്ന് വേണം ചെയ്യിപ്പിക്കും. കാര്യം നെട്ടും പോയിട്ട് അധികം വരാൻ പാടില്ലല്ലോ. കാര്യം അവർക്ക് തന്നെ ഇത് എന്താ പറയുക, കാലിപ്പറൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. പിന്നെ അതുമാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടയറിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം, ഡയറക്ഷൻ റൊട്ടേഷൻ ശ്രദ്ധിക്കണം. ആരും നോക്കിയിട്ടൊക്കെ വേണം ഇടാൻ. അപ്പോൾ അവരൊക്കെ തിരിച്ചൊക്കെ ആദ്യം ഇട്ടത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് പിന്നെ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട്. ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ വരുത്തിയിട്ടുള്ള ചേഞ്ചസ്, എനിക്ക് മാക്സിമം വണ്ടി സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ സ്റ്റോക്കായിട്ട് യൂസ് ചെയ്യൽ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഞാൻ ചെയ്തൊരു ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാർക്കിംഗ് ലൈറ്റ്, ആക്ച്വലി ഇത് ഹെഡ്ലൈറ്റ് അസംബ്ലി വരുന്നത് ഹാലോജനാണ്. അപ്പോൾ ഞാൻ ചെയ്തു ഒരു LED, ഒസ്റാമിൻ്റെ ഒരു LED ആണ്. പാർക്കിംഗ് ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ബാക്കി ഹെഡ് ലാമ്പ് ഞാൻ മെയിൻ ഹെഡ്ലൈറ്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. മിക്കതും 10W40 ഉണ്ട്, പിന്നെ 20W50 ഉണ്ട്. അപ്പം നമ്മൾ കമ്പനി റെക്കമെൻഡ് എന്ന് പറയുന്നത് 10W30 ആണ്. 10W30 നിങ്ങൾക്ക് വേണമെങ്കിൽ 10W40 മാറാം. പക്ഷേ ഈ പറയുന്ന മിനിമം ആ ഒരു ടെമ്പറേച്ചർ 10 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അത് കുറയാൻ പാടില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങളെ ഏരിയ ഒരു ഹോട്ടൽ പ്ലേസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10W40 അങ്ങനെ അപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ സ്റ്റോക്ക് തന്നെ യൂസ് ചെയ്യുന്നത് വിചാരിച്ചു. 10W30 ആണ് ഹോണ്ടയുടെ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ എന്താ പറയുക, SN ഗ്രേഡ് ഉണ്ട്. നമ്മളെ API ഗ്രേഡ് അതിൽ പറയുന്നുണ്ട്. അമേരിക്കൻ പെട്രോളിയത്തിൻ്റെ ഒരു ഗ്രേഡ് പറയുന്നുണ്ട്. അതേപോലെ ജാസ് 2 അങ്ങനൊരു ജാസോ അങ്ങനെ എന്തൊരു
ഗ്രേഡ് പറയുന്നുണ്ട്. അപ്പം അതിൽ SN അതിൽ എബോ നിങ്ങൾക്ക് ഗ്രേഡ് യൂസ് ചെയ്യാം. SN SP ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഇപ്പം നിലവിൽ ഞാൻ ഹോണ്ടയാണ് യൂസ് ചെയ്യുന്നത്. ഹോണ്ടയുടെ 10W30 ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്ത ടൈമിൽ എനിക്കൊന്ന് ഷെൽ അല്ലെങ്കിൽ മൊബൈൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട്. മോട്ടോറിൽ യൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിൽ കൂടുതൽ കെമിക്കൽ അഡിറ്റീവ്സ് കൂടുതൽ ആഡ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് എഞ്ചിന് എത്രത്തോളം നല്ലതെന്ന് എനിക്കറിയത്തില്ല. സ്റ്റിൽ ഞാൻ ഇപ്പോൾ ഉള്ള ഹോണ്ടയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെയെന്ന് പറയുന്നത് ഞാൻ ഈ റൺ ചെയ്ത് വന്ന 2000 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല. അതിൽ എനിക്ക് സത്യം പറയാലോ, അതിൽ ഞാൻ എടുത്ത ഡിസിഷൻ, അതായത് യൂസ്ഡ് വണ്ടി, പിന്നെ ഹോണ്ട എന്നൊരു ബ്രാൻഡ്, അതിൽ ഞാൻ ആ ഒരു റൈഡ് കഴിഞ്ഞവരുടെ എനിക്ക് ഇതിൽ ഉള്ള ഒരു വിശ്വാസം അത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയി. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ, നമ്മളിങ്ങനെ പറയുന്നതല്ല. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് നാഗ്പൂർ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ആസ് എ റെയിൽവേ എംപ്ലോയി ഞാനത് ആദ്യം വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ട്രെയിനിൽ പാഴ്സൽ ചെയ്ത് കൊണ്ടുവരാം, ആ ഒരു തോട്ടാണ് ഞാനും ശ്രമിച്ചത്. കാര്യം ടൈമില്ല, അപ്പം നിങ്ങളാദ്യം ട്രെയിൻ എടുക്കണ്ട. പക്ഷേ ഇതിൽ ഞാൻ അധികം ലോങ് ട്രിപ്പ് പോയിട്ടില്ല. ആകെ പോയിട്ടുള്ള ധനുഷ്കോടി, ഓൾമോസ്റ്റ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് 2 ഫ്രണ്ട്സിനോടൊപ്പം ഒരു 280 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു, അറൗണ്ട് 300 കിലോമീറ്റർ ഓൺ സൈഡ്. അതാണ് ഞാൻ ആകെ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചും ലോങ് റൈഡ് ഇതിൽ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ നാട്ടിൽ ലീവിൽ വന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇത് തീരുമാനിച്ചു. ജസ്റ്റ് ഒരു സർവീസ്, കമ്പനി സർവീസ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നാഗ്പൂർ വരികയാണ് ചെയ്യുന്നത്, 2000 കിലോമീറ്റർ. അതിൽ ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. ആകെ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡീഷണൽ ഇതിൽ കൂളൻ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എഞ്ചിൻ ഓയിലും മാത്രം വണ്ടിയിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാര്യം ലിക്വിഡ് കൂളിംഗ് വണ്ടിയാണ്. പിന്നെ ഒരു റോപ്പ് വെച്ച് നമ്മളെ ലഗേജ് കയറിയാൻ വേണ്ടി റോപ്പ് മാത്രം ഞാൻ അതിൽ എടുത്തുള്ളൂ. അല്ല ഒരു ടൂൾസോ, അതിൽ കമ്പനി തരുന്ന സ്റ്റോക്കിൽ വരുന്ന ഒരു ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു അലങ്കി സെറ്റും നമ്മളെ മിററും ബാക്കി ഫെയറിംഗ് ഒക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ അലങ്കി സെറ്റ് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ ജസ്റ്റ് ഒരു 8-ന്റെ ഒരു 10-ന്റെ ഒരു സ്പാനർ, ഡബിളിൻ്റെ സ്പാനർ വരുന്നുണ്ട് നമ്മളെ ചെയിൻ അഡ്ജസ്റ്ററൊക്കെ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ കൂടുതലും വന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ റിസ്ക് എടുത്താണ് വന്നത്. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് അത് വളരെ ഒരു ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്ത പോലെ തോന്നി. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 4 ദിവസം കൊണ്ട്. മാക്സിമം ഞാൻ ഒരു ഡേയിൽ 650 ഓൾമോസ്റ്റ് കിലോമീറ്റർ കവർ ചെയ്തു ഫസ്റ്റ് ഡേയിൽ. പിന്നെ 500-550 അങ്ങനെ കവർ ചെയ്താണ് ഈ പറഞ്ഞ 2000 കിലോമീറ്ററിൽ എത്തിയത് ഓൾമോസ്റ്റ്. അതിൽ ഡേ ടൈമിൽ ട്രാവൽ ചെയ്തു. നൈറ്റിൽ ഞാൻ നൈറ്റിൽ ഹോട്ടൽ റൂം എടുക്കുകയാണ് ചെയ്തത്, സ്റ്റേ ചെയ്ത് വന്നത്. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 200-250 കിലോമീറ്ററിൽ അടുപ്പിച്ച് ഞാൻ എന്തായാലും ഒരു റെസ്റ്റ് വണ്ടിക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ പിന്നെ റൺ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഓടിച്ച് വന്നത്. ഒരു 6 സ്റ്റേറ്റ്, അതായത് നമ്മൾ ഫ്രം കേരള, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര അങ്ങനെയാണ് കവർ ചെയ്ത് വന്നത്. അപ്പോൾ അതിൽ റൂട്ടെന്ന് പറയുമ്പോഴത്തെ ഈ റോഡ് വന്നു നമ്മൾ തെങ്കാശി റൂട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഈറോഡ്, സേലം, പിന്നെ വരുന്നത് ഹുസൂർ, ഹൈദരാബാദ്, കരീംനഗർ, മഞ്ചേരിയിൽ അങ്ങനെയാണ് വരുന്നത്. ഫുൾ ഹൈവേ ആയിരുന്നു ഞാൻ വന്നത്. കുറച്ച് ഓൾമോസ്റ്റ് ഒരു 85% ഹൈവേ ആയിരുന്നു. ബാക്കി ചെറിയ റോഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആവറേജ് ഒരു സ്പീഡ് കീപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ 75-80 km/h ആവറേജ്. ടോപ്പ് എനിക്ക് തോന്നുന്നു 100 ടണ്ണൊക്കെ ഞാനത് ടച്ച് ചെയ്തത്. പക്ഷേ എനിക്ക് ടോപ്പ് കീപ്പ് ചെയ്യാൻ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. നമുക്ക് ഒരു കണ്ടിന്യൂസ് ഒരു സ്പീഡിൽ, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ, 75-80 സ്പീഡിൽ എനിക്ക് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കാനാണ് താല്പര്യം, ഒരു ക്രൂസ് ചെയ്ത് പോകാൻ. അപ്പോൾ അതിലെനിക്ക് ആവറേജ് സത്യം പറയാം. ഞാൻ ട്രൈ ചെയ്തത് BP ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്രോളിയം, BP പെട്രോൾ, പിന്നെ നയാര, ജിയോ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ എനിക്ക് ആവറേജ് അതിൽ കിട്ടിയ ഫ്യൂൽ എക്കണോമി എന്ന് പറയുമ്പോഴത്തേക്ക് 51-53 അത്രയും മൈലേജാണ് എനിക്ക് ഈ 150cc വണ്ടിയിൽ തന്നത്. കാര്യം ഈ പറയുന്ന സ്പീഡിലും ടോപ്പ് ഗിയർ ഞാൻ 5th 6th ടോപ്പ് ഗിയർ കണ്ടിന്യൂസ് യൂസ് ചെയ്തു. ഗിയർ ചേഞ്ച് കുറവായിരുന്നു, കാര്യം ഹൈവേ ഓപ്പൺ റോഡായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജാണ് ഈ 51-53. ഏറ്റവും കുറഞ്ഞ മൈലേജ് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ വില്ലേജ് ഏരിയസിലൊക്കെ, റൂറൽ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു, റോഡ് മോശമായിരുന്നു. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഏറ്റവും ലോവസ്റ്റ് കിട്ടിയത് 35-36 റേഞ്ചാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മൈലേജ് എക്കണോമിക്കലായി. സോ ഇതാണ് എൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സെയിം മോഡൽ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. ഹോണ്ട ഇത് നിർത്തിയത് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ വളരെ ഒരു ഡിസപ്പോയിൻറ്റിങ് ഒരു ഫാക്ടറാണ്. അല്ലെങ്കിൽ CB 250R അതൊക്കെ കൊണ്ടുവരണമായിരുന്നു. 250RR ഒക്കെ ഇപ്പം അപ്ഡേറ്റഡ് വെർഷൻ മറ്റ്
ഫോറിൻ കൺട്രീസിലൊക്കെ അവൈലബിളാണ്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ടൈമിന് മുന്നേ സഞ്ചരിച്ച വണ്ടിയാണത്. ആ ടൈമിൽ നമുക്ക് അന്ന് ഫ്രഷായിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇന്ന് അതിനുള്ള സമയം വന്നപ്പോഴത്തേക്ക് ഇത് ഈ ഒരു ജെം അവൈലബിളും അല്ല, ആ ഒരു അവസ്ഥയാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു റിവ്യൂ. എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. മിക്കതും 10W40 ഉണ്ട്, പിന്നെ അതിന് 20W50 ഉണ്ട്. അപ്പം നമ്മൾ കമ്പനി റെക്കമെൻഡ് എന്ന് പറയുന്നത് 10W30 ആണ്. 10W30 നിങ്ങൾക്ക് വേണമെങ്കിൽ 10W40 മാറാം. പക്ഷേ ഈ പറയുന്ന മിനിമം ആ ഒരു ടെമ്പറേച്ചർ 10 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അത് കുറയാൻ പാടില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് നിങ്ങളെ ഏരിയ ഒരു ഹോട്ടൽ പ്ലേസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10W40 അങ്ങനെ അപ്പ് ചെയ്യാം. പക്ഷെ ഞാൻ സ്റ്റോക്കിനെ യൂസ് ചെയ്യുന്നത് വിചാരിച്ചു. 10W30 ആണ് ഹോണ്ടയുടെ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ എന്താ പറയുക, SN ഗ്രേഡ് ഉണ്ട്. നമ്മളെ API ഗ്രേഡ് അതിൽ പറയുന്നുണ്ട്. അമേരിക്കൻ പെട്രോളിയത്തിൻ്റെ ഒരു ഗ്രേഡ് പറയുന്നുണ്ട്. അതേപോലെ ജാസ് 2 അങ്ങനൊരു ജാസോ അങ്ങനെ എന്തൊരു ഗ്രേഡ് പറയുന്നുണ്ട്. അപ്പം അതിൽ SN അതിൽ എബോ നിങ്ങൾക്ക് ഗ്രേഡ് യൂസ് ചെയ്യാം. SN SP ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഇപ്പം നിലവിൽ ഞാൻ ഹോണ്ടയാണ് യൂസ് ചെയ്യുന്നത്. ഹോണ്ടയുടെ 10W30 ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അടുത്ത ടൈമിൽ എനിക്കൊന്ന് ഷെൽ അല്ലെങ്കിൽ മൊബൈൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ട്. മോട്ടോറിൽ യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ കെമിക്കൽ അഡിറ്റീവ്സ് കൂടുതൽ ആഡ് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് എഞ്ചിന് എത്രത്തോളം നല്ലതെന്ന് എനിക്കറിയത്തില്ല. സ്റ്റിൽ ഞാൻ ഇപ്പോൾ ഉള്ള ഹോണ്ടയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്ന് പറയുന്നത് ഞാൻ ഈ റൺ ചെയ്ത് വന്ന 2000 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഒരിക്കലും എന്താ പറയുക പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് വണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് നാഗ്പൂർ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ ആസ് എ റെയിൽവേ മനസ്സിൽ ആസ് എ റെയിൽവേ എംപ്ലോയി സോ എൻ്റെ മനസ്സിൽ ആസ് എ റെയിൽവേ എംപ്ലോയി ഞാനത് ആദ്യം വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ട്രെയിനിൽ പാഴ്സൽ ചെയ്ത് കൊണ്ടുവരാം. ആ ഒരു തോട്ടാണ് ഞാനും ശ്രമിച്ച കാര്യം. ടൈമില്ല, അപ്പം നിങ്ങളാദ്യം ട്രെയിൻ എടുക്കണ്ട. പക്ഷേ ഇതിൽ ഞാൻ ആദ്യം ലോങ് ട്രിപ്പ് പോയിട്ടില്ല. ആകെ പോയിട്ടുള്ള ധനുഷ്കോടി ഓൾമോസ്റ്റ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് 2 ഫ്രണ്ട്സിനോടൊപ്പം ഒരു 280 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു, അറൗണ്ട് 300 കിലോമീറ്റർ ഓൺ സൈഡ്. അതാണ് ഞാൻ ആകെ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ലോങ് റൈഡ് ഇതിൽ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ നാട്ടിൽ ലീവിൽ വന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇത് തീരുമാനിച്ചു. ജസ്റ്റ് ഒരു കമ്പനി സർവീസ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നാഗ്പൂർ വരികയാണ് ചെയ്യുന്നത്. 2000 കിലോമീറ്റർ. അതിൽ ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. ആകെ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡീഷണൽ ഇതിൽ കൂളൻ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എഞ്ചിൻ ഓയിലും മാത്രം വണ്ടിയിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കാര്യം ലിക്വിഡ് കൂളിംഗ് വണ്ടിയാണ്. പിന്നെ ഒരു റോപ്പ് വെച്ച് നമ്മളെ ലഗേജ് കയറിയാൻ വേണ്ടി റോപ്പ് മാത്രം ഞാൻ ഇതിൽ എടുത്തുള്ളൂ. അല്ല ഒരു ടൂൾസോ അതിൽ കമ്പനി തരുന്ന സ്റ്റോക്കിൽ വരുന്ന ഒരു ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു അലങ്കി സെറ്റും നമ്മളെ മിററും ബാക്കി ഫെയറിംഗ് ഒക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ അലങ്കി സെറ്റ് വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ ജസ്റ്റ് ഒരു 8-ന്റെ ഒരു 10-ന്റെ ഒരു സ്പാനർ, ഡബിളിൻ്റെ സ്പാനർ വരുന്നുണ്ട് നമ്മളെ ചെയിൻ അഡ്ജസ്റ്ററൊക്കെ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ കൂടുതലും വന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ റിസ്ക് എടുത്താണ് വന്നത്. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് അത് വളരെ ഒരു ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്ത പോലെ തോന്നി. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 4 ദിവസം കൊണ്ട്. മാക്സിമം ഞാൻ ഒരു ഡേയിൽ 650 ഓൾമോസ്റ്റ് കിലോമീറ്റർ കവർ ചെയ്തു ഫസ്റ്റ് ഡേയിൽ. പിന്നെ 500-550 അങ്ങനെ കവർ ചെയ്താണ് ഈ പറഞ്ഞ 2000 കിലോമീറ്ററിൽ എത്തിയത്. ഓൾമോസ്റ്റ് അതിൽ ഡേ ടൈമിൽ ട്രാവൽ ചെയ്തു. നൈറ്റിൽ ഹോട്ടൽ റൂം എടുക്കുകയാണ് ചെയ്തത്, സ്റ്റേ ചെയ്ത് വന്നത്. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 200-250 കിലോമീറ്ററിൽ അടുപ്പിച്ച് ഞാൻ എന്തായാലും ഒരു റെസ്റ്റ് വണ്ടിക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തു. പിന്നെ ഞാൻ പിന്നെ റൺ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഓടിച്ച് വന്നത്. ഒരു 6 സ്റ്റേറ്റ്, അതായത് നമ്മൾ ഫ്രം കേരള, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര അങ്ങനെയാണ് കവർ ചെയ്ത് വന്നത്. അപ്പോൾ അതിൽ റൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ റോഡ് വന്നു നമ്മൾ തെങ്കാശി റൂട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഈറോഡ്, സേലം, പിന്നെ വരുന്നത് ഹുസൂർ, ഹൈദരാബാദ്, കരീംനഗർ, മഞ്ചേരിയിൽ അങ്ങനെയാണ് വരുന്നത്.
ലൈറ്റ്